മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലൈല ഫജ്നയാണ്. പാലക്കോട് ലൈല ഫജ്ന. മാവൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് റാന്തൽ വിളക്കാണ് ചിഹ്നമായിട്ടുള്ളത്. ലൈല ഫജ്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി 14-ാം വാർഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 14-ാം വാർഡ് ഇപ്പോഴേ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണുള്ളത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഞാന് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം ഒരു 1200 പേര് വോട്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരു റൗണ്ട് കഴിഞ്ഞു. പറഞ്ഞാല് പിന്നെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ വാർഡിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. പല വീടുകളിലും ആളുകളില്ലേനു. എന്നാലും പിന്നെ ആളുകളില്ലാത്ത വീടുകളിൽ വിളിച്ചു കോണ്ടാക്ട് ആക്കി. അങ്ങനെ ഏകദേശം വോട്ടർമാരെ എല്ലാവരുടെ അടുത്തേക്ക് എത്താൻ പറ്റി. ഇത് പോകുന്ന സമയത്ത് സാധാരണ ഒരു ക്ലീഷേ പോലെ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേ ഈ ആളുകൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു? ഏറെക്കുറെ സ്ഥലങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും തോൾക്കുഴി അങ്ങ് ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര, അവിടെയൊക്കെ നമുക്ക് തന്നെ പോയാൽ അറിയാം റോഡ് ഇല്ല. ഭയങ്കര പരിതാപകരമാണ് അവരുടെ അവസ്ഥ കണ്ടാല്. എനിക്ക് തന്നെ കയറാൻ കഴിയുന്നില്ല അങ്ങോട്ടേക്ക്, സ്റ്റെപ്പ് കയറിയാണ്. അപ്പൊ അവിടെയൊക്കെ വെച്ചാൽ പ്രായമായ കുറെ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റോഡാണ്. അപ്പൊ ആ കാര്യങ്ങൾ അപ്പം വർഷങ്ങളായിട്ട് ആ ഭാഗത്തേക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയില്ല എന്ന് പറഞ്ഞാല് ജസ്റ്റ് റോഡാണെങ്കിലും കുഴപ്പമില്ല. അത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ ആ സ്റ്റെപ്പ് വൺ ടൈം ഒരാൾക്ക് മാത്രം നടന്നു പോവാം. ഈ 1000-ഓളം വീടുകളിൽ കയറി ഇറങ്ങിയ സമയത്ത് ഈ വാർഡിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിയിട്ടുണ്ടാവും. അപ്പൊ പ്രധാനമായിട്ടും നമ്മള് ഒരു വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സാരഥി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള 2-3 കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. പ്രധാനമായിട്ടും ഒന്ന് ഇതേപോലെ തന്നെ റോഡാണ്, മറ്റൊന്ന് വെളിച്ചാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം, പിന്നെ അവിടുത്തെ മാലിന്യ മുക്തമാക്കുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പൊ വാർഡിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പം എന്താ വെച്ചാല് ഇപ്പൊ തോൾക്കുഴി ഭാഗം, കമ്പള ആ ഏരിയ ഒക്കെ നോക്കാന്നുണ്ടെങ്കിൽ റോഡില്ല മെയിൻ ആയിട്ട്. ഇപ്പൊ റോഡ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ സ്റ്റെപ്പാണ് ഫുൾ മണ്ണ്, അപ്പുറം ഇപ്പുറം ഫുൾ പുല്ല് എന്ന് പറഞ്ഞിട്ട് അവര് ഇനിയിപ്പൊ ഈ മക്കളൊക്കെ കളിക്കുന്ന പ്രായമല്ലേ, ഈ സമയങ്ങളിലൊക്കെ മക്കളൊക്കെ കളിക്കുമ്പോ വല്ല ജന്തുക്കളോ ഒന്ന് കൊത്തിയതാക്കിയാലോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ ഓരോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ ക്ലീൻ ആക്കാത്തത്. അപ്പൊ ഒരു പഞ്ചായത്തിലൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് ഹരിതസേവനന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ എല്ലായിടത്തുണ്ടല്ലോ, പിന്നെ തൊഴിലുറപ്പ് ഒക്കെ ഉണ്ട്, അവരൊന്നും അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് കേട്ടോ. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ അതേപോലെ കുറെ രോഗികളുണ്ട്. അപ്പൊ അവരൊക്കെ ആശുപത്രിയിലൊക്കെ പോകേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ആരോ ഒന്ന് മരിച്ചത് കാര്യങ്ങൾ വരെ അവര് കണ്ണീരതാക്കിട്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരവരെ വിഷമം പറഞ്ഞു എന്നോട്. ആദ്യം ഫസ്റ്റിലൊക്കെ ഞാൻ വന്നപ്പോ എന്നോട് ഭയങ്കര റൂഡായിട്ട് അവൾ സംസാരിച്ചു, ഭയങ്കര ദേഷ്യത്തില്. അവരുടെ വിഷമം വരണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഏരിയയിലേക്ക് തന്നെ വരുന്നത്. കാരണം ഇപ്പൊ വിഭജിച്ചതിനെ കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം വന്നത്. അപ്പൊ ഇനി എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അതേപോലെ തന്നെ അവിടുത്തെ പിന്നെ നാട്ടുവെളിച്ചം, സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒക്കെ സ്ഥിതി എന്താണ്? രാത്രികാലങ്ങളിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല, അത് നോക്കിയിട്ടില്ല. അടുത്ത റൗണ്ടിൽ അത് നോക്കണം. അതേപോലെ കുടിവെള്ളത്തിന്റെ ഇത്രയും ഈ മേഖലകളിൽ മൊത്തം കുടിവെള്ളത്തിൻ്റെതും വെള്ളത്തിൻ്റെതൊന്നും പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ ആ ഭാഗമൊക്കെ ഒരു പാട ഏരിയ ആണ്, അതുകൊണ്ട് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇങ്ങോട്ടേക്ക് ഉണ്ടായാലേ ഉള്ളൂ. അതിനെ പറ്റി ഒന്നും ഒരു പറഞ്ഞിട്ടില്ല. റോഡാണ് അവരെ മെയിൻ കാര്യം. ഇതാണ് ഓരോ വീടുകളിൽ കയറുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന പ്രതികരണം. നിങ്ങളെ പിന്നെ വിജയിക്കാൻ വേണ്ടി ആശംസിക്കുകയാണ്. വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അങ്ങനെ വല്ല ഒരു പ്രിപ്പറേഷനോ ഒരു ഹോംവർക്കോ ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു ഫസ്റ്റ് റൗണ്ട് പോയി എന്നറിയില്ലേ, ആ ഫസ്റ്റ് റൗണ്ട് പോയപ്പോ എനിക്ക് തോന്നുന്നത്, ഞാൻ നിൽക്കുന്നത് കച്ചേരിക്കുന്ന് ഭാഗത്താണ്. കച്ചേരിക്കുന്ന് ഭാഗത്ത് വീട്ടിലേക്ക് റോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. കച്ചേരിക്കുന്ന് ഭാഗം ഓക്കെയാണ്, അത് ഞാൻ നല്ല കാര്യം. പക്ഷെ തോൾക്കുഴി ഭാഗത്തേക്ക് വെച്ച് നോക്കുമ്പോ കമ്പളം ആ ഭാഗത്തൊക്കെ റോഡ് ഭയങ്കര, അതാണ് ഒരു മെയിൻ കാര്യം. ആ ഒരു കാര്യത്തില് ഞാൻ എന്തായാലും ഒരു ശ്രദ്ധ കൊടുക്കുന്നതാണ്. അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അതിനൊരു നടവഴിയിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടോ? നടവഴിയിലൊക്കെ പ്ലാസ്റ്റിക് ആയിട്ടും പിന്നെ
പുല്ലുകള് ഭയങ്കരമായിട്ട് അപ്പൊ ലൈല ഫജനക്ക് പറയാൻ കാട് പറ്റുമോ കൂടി കിടക്കുകയാണ് എന്റെ 14-ാം വാർഡ് പ്ലാസ്റ്റിക് മുക്ത വാർഡാക്കി മാറ്റും എന്നുള്ളതാണ്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ മത്സരിപ്പിക്കാറുള്ളത് സംവരണ മണ്ഡലമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലൈല ഈ ഒരു രംഗത്തേക്ക് വന്നിട്ടുണ്ടാവുക. യുവത്വമാണ്, സ്ത്രീയാണ്, പിന്നെ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വോട്ടർമാർക്ക് അറിയേണ്ടി വരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാഹചര്യത്തിന് ഒരു കുറവുമില്ല. ഇപ്പൊ എനിക്ക് സേവനം ചെയ്യാനോ എല്ലാത്തിനും എന്റെ കുടുംബവും അതുപോലെ എന്റെ ബാക്കിൽ നിൽക്കുന്ന പ്രവർത്തകരായാലും ഒക്കെ കൂടെ ഉണ്ട്. ഒഴിവ് സമയമുണ്ട്. ഒഴിവ് സമയങ്ങളിലും വേറെ ജോലിയൊന്നുമില്ല. ഇല്ല, ഞാൻ ഇപ്പൊ വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പം സാധാരണ പിന്നെ മെമ്പേഴ്സ് ആകുന്ന ആളുകൾക്കൊക്കെ പലർക്കും പലതരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ. അതെ അതെ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമില്ല. ഇപ്പൊ ആവശ്യമില്ല. എനിക്ക് സേവനം ചെയ്യാൻ ഇഷ്ടമാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് NSS അങ്ങനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു ചെറിയ മോളുണ്ട്, 1.5 വയസ്സ് ആയി. അപ്പം കുട്ടികളെല്ലാം വളരുമല്ലോ. നമുക്ക് 2 വയസ്സ് വീട്ടിലെ ആൾക്കാരുണ്ട്, നോക്കാൻ ആൾക്കാരുണ്ട്. അവള് ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ എന്റെ സേവനങ്ങൾക്ക് ഒരു കുറവും ഞാൻ വരുത്തൂല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അപ്പുറമായിട്ട് ജനങ്ങളുടെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഓരോരുത്തർക്കും നൽകുന്ന സേവനം എന്തൊക്കെയായിരിക്കും? പല വീടുകളിലും കുറെ രോഗികളുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പോയ സമയത്ത് തന്നെ തോൾക്കുഴി ഭാഗത്തുനിന്ന് ഒരു ചേച്ചി എനിക്ക് ഞാൻ വോട്ട് ചോദിച്ചപ്പോ തന്നെ എന്റെ കയ്യിൽ ഓരോ മെഡിക്കൽ ഷീറ്റാണ് കൊണ്ടു തന്നത്. നിങ്ങൾ എന്നോട് വോട്ട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. മരുന്നാണ് വേണ്ടത്. അപ്പം അവരൊരു കിഡ്നി പേഷ്യന്റ് ആണ് എന്നാണ് ഞാൻ ആ മരുന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത്, പേര് കണ്ടപ്പോ. അപ്പം അതിന് ഒരു ഇത് കണ്ടെത്തണം അവർക്ക്, പരിഹാരം കാണണം. കാരണം അവർക്ക് ഇപ്പൊ അവരെ ഫാമിലി ആ ഭാഗത്തൊക്കെ ഫാമിലി അങ്ങനെ കൃഷിപ്പണി അങ്ങനെ വലിയ ഇതില്ലാത്ത ടീംസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഖ്യ അവർക്ക് എന്നുള്ളതിൽ എടുത്തു വെക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. മീൻസ് നമ്മളെ പ്രദേശത്തിലെ ക്ലബുകളായാലും അങ്ങനെ പല ക്ലബുകളും ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ പൈസ സ്വരൂപിച്ചിട്ട് അത്തരം ആളുകൾക്ക് കണ്ടെത്തണം. നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തിന് എന്താ ചെയ്യാം? വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോ ഓരോ PSC ക്ലാസ് സൗജന്യമായിട്ട് PSC ക്ലാസ് കൊടുക്കുക. അതേപോലെ 10ാം ക്ലാസ് +2 എക്സാം എഴുതാതിരിക്കുന്ന മക്കൾക്ക് ട്യൂഷൻ പോലെ സൗജന്യമായിട്ട് ട്യൂഷന്, അതൊക്കെ ഓരോ ക്ലബ്ബ് വൈസ് തന്നെ നമുക്ക് അവരായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ പഠനത്തിൽ പിന്നോക്കത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ് കൊടുക്കുക, മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക. റാന്തൽ വിളക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ലൈല ഫജനയെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. ഒരു ടീമായിട്ട് തന്നെ പ്രവർത്തിക്കാനുള്ള ആവേശത്തിലാണ് ഈ യുവത്വം പ്രസരിക്കുന്ന ലൈല ഫജന മത്സരത്തേക്ക് വന്നിട്ടുള്ളത്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. Forwish mattress for healthy sleep.